അല്ല, ആ 2 സീറ്റുകളാണല്ലോ BJP ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം. അല്ലാത്തടത്ത് ഇപ്പൊ സഹായിച്ചിട്ട് കാര്യമില്ല. അല്ല, നമ്മൾ CBI അന്വേഷണം ഇതിന്റെ അകത്ത് ആവശ്യം. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളപ്പോൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇതേ SRIT തന്നെയാണ് ക്യാമറ ഇടപാടിലുള്ളത്. ഇതേ കമ്പനികളാണ്. KS1 കുറെ വർക്കുകൾ കേരള ഗവൺമെന്റിന്റെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, 1000 ചില്ലാൻ കോടി രൂപയുടെ ഒരു ടെൻഡർ കൊടുത്തു. ടെൻഡർ അംഗീകരിച്ചു, ലീസ്റ്റാണെന്ന് പറഞ്ഞ് ഇവർക്ക് കിട്ടി. അതിനുശേഷം പിന്നെ 500 കോടി കൂടി കൊടുക്കുകയാണ് ഈ പദ്ധതിക്ക് ടെൻഡർ കഴിഞ്ഞിട്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്തിന്റെ പുറത്താണ് 500 കോടി രൂപ കൂടി പ്രോജക്ട് കൊടുക്കുന്നത്. അതാണ് പ്രപ്പോസൽ. അവിടെ നിന്നാണ് ഫയൽ ഒറിജിനേറ്റ് ചെയ്തത്. ശിവശങ്കറിന്റെ ഒരു കത്തിൽ നിന്ന് 500 കോടി 1000 പോയി, 500 പോയി, 1500 കോടിയും പോയി. അവിടെ ഇവിടെ കൊണ്ട് കുറെ കേബിൾ ഇട്ടിട്ടുണ്ട്. ആ കേബിൾ പോലും ഇട്ട് പൂർത്തിയായിട്ടില്ല. KSEB ഇതിന്റെ ഒരു പാർട്ട്ണറാണ്. KSEB വലിയ, അതായത് ചൈനയിൽ നിന്ന് കേബിളുകൾ ഇറക്കി, ക്വാളിറ്റി കുറഞ്ഞ കേബിളുകൾ ഇറക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ കംപ്ലൈന്റ് ആണ് KSEB രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടിമുടി അഴിമതിയാണ്. 2017 തുടങ്ങി 18 മാസം കൊണ്ട് തീരേണ്ട ഒരു പദ്ധതിയാണ് 7 കൊല്ലം കഴിഞ്ഞിട്ടും 7000 കണക്ഷൻ പോലും കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. കുറച്ച് സർക്കാർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ, അത്രയേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആ പറഞ്ഞതിനെ വളച്ചൊടിക്കുക. MMS അങ്ങനെ പറയാം. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ കാര്യമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് മാത്രം ചർച്ച ചെയ്താൽ മതിയാ. അതിനൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരണഘടനാ വിരുദ്ധമായി മോഡി ഭരണകൂടം ചെയ്ത എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും. അത് തന്നെ ഞങ്ങൾ പറയുന്നത് കൃത്യമായി. ഞങ്ങളുടെ പ്രകടന പത്രികയെങ്കിലും ഞങ്ങളെ കൊണ്ട് എഴുതാൻ സമ്മതിക്കും. അതുകൂടി കയറി പിണറായി വിജയൻ എഴുതല്ലേ. അത് വായിച്ചു നോക്കാനിട്ടാണ്. അത് വായിച്ചു നോക്കാനിട്ടാണ്. ആ 8ാമത്തെ പേജ് 22ാമത്തെ പേജ് ഒന്ന് മോൻ വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും. എന്തിനാ CA എന്ന് പറയുന്നത്? വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഭരണഘടനാപരമായ നിയമങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും. ഞങ്ങളുടെ കേസ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്നാണ്. നിങ്ങളാരുമല്ലല്ലോ പാർലമെന്റിൽ പ്രസംഗിച്ചത്. CPM നേതാക്കളൊന്നും അല്ല പാർലമെന്റിൽ പ്രസംഗിച്ചത് ശശി തരൂരാണ് ലീഗൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്തത്. ആർട്ടിക്കിൾ 14 15 വയലേഷനാണ്. പൌരത്വ നിയമം അത് നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ നിലപാട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ തന്നെ 10 പ്രാവശ്യം ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നിങ്ങൾ എഴുതിക്കും. നിങ്ങൾ എല്ലാ ദിവസവും തലക്കെട്ട് എഴുതുന്നത് അത് മാത്രമാണ് മുഖ്യമന്ത്രി വായിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബാക്കി രാജ്യത്ത് എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ഇതില്ല. മുഖ്യമന്ത്രിയോട് എന്റെ റിക്വസ്റ്റ്, മുഖ്യമന്ത്രി ബാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി വായിക്കണം എന്നാണ്. ഈ ദേശാഭിമാനിയും കൈരളിയും വായിച്ചിട്ടാണ് പുള്ളിക്ക് ഗതികേട്. എല്ലാ ദിവസവും ഒരേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക, 35 ദിവസമായിട്ട് അച്ചടിച്ച ഒരേ സാധനം തന്നെ എല്ലാ മീറ്റിംഗിലും പ്രസംഗിക്കുക. ഒരേ സാധനം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങളുണ്ടോ? ഒരാശങ്കയില്ല, അത് മറികടക്കാൻ പറ്റും. അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കേരളത്തിൽ BJPയും കേരളത്തിലെ CPMും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. SNC ലാവ്ലിൻ കേസിൽ നടക്കുന്ന 6.5 കൊല്ലമായിട്ടുള്ള കേസിന്റെ നീട്ടിവെപ്പും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെയും അതുപോലെ ലൈഫ് മിഷൻ കോഴ കേസിലെ അന്വേഷണങ്ങളും, കരുവന്നൂർ EDയുടെ അന്വേഷണവും, തിരിച്ച് കുഴൽപ്പണ ഇടപാടിൽ സുരേന്ദ്രനെ രക്ഷിച്ചതും, അവസാനത്തെ മാസപ്പടി ഇടപാടും, പിന്നെ LDF കൺവീനർ അന്ന് വന്ന് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും, ഏറ്റവും അവസാനം തൃശൂർ മേയർ പറഞ്ഞതും ഉൾപ്പെടെ കേരളത്തിലെ BJP CPM ബാന്ധവം, ഞങ്ങളിപ്പോ അന്തർധാര എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല,
അന്തർധാരയൊക്കെ പോയി. ഇവര് തമ്മിൽ ഭയങ്കര ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെ ആയില്ലേ. എവിടെ പോയി നിഷേധിച്ചത്? ഉണ്ടെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞു, എഴുതി തരാമെന്ന് പറഞ്ഞ സ്വത്ത് അദ്ദേഹത്തിനോ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ. അവസാനം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പോയി. ഉറപ്പാടി ജയിക്കും അവര്. അങ്ങനെ അവർ ഉറപ്പാടി ജയിക്കും, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് ഇതുള്ള കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രത്തിന്റെ ചീഫ് ഓർഗനൈസർ അല്ലേ ബാലശങ്കർ എന്താ പറഞ്ഞത്? ഞങ്ങൾ CPMനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിന് തെളിവുകളുണ്ട്, ഞങ്ങൾ സഹായിച്ചു. PMOയായിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ഏറ്റവും ബന്ധമുള്ള ആളാണ് ബാലശങ്കർ. ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, വഴിയെ പോയ ആളല്ല. അദ്ദേഹം പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് സഹായിച്ചെന്ന്. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ നിയമസഭയിൽ, നേർക്കുനേർ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള CPM നേതാക്കളും RSS നേതാക്കളും ശ്രീ എമ്മിന്റെ മധ്യസ്ഥ ചർച്ച നടത്തിയല്ലോ. ഇപ്പൊ വന്നല്ലോ ശ്രീ എം. ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് RSSകാരുടെയും CPMകാരുടെയും ഇടനിലക്കാരനാണ് ശ്രീ എം. അതുകൊണ്ട് അദ്ദേഹത്തിന് 4 ഏക്കർ ഭൂമിയും പതിച്ചു കൊടുത്തത് സർക്കാർ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്ന് സംസാരിച്ചല്ലോ പ്രധാനപ്പെട്ട ആളുകളുമായി ശ്രീ എം. അതെ, എന്താ ബന്ധം? എല്ലാവർക്കും അറിയാമല്ലോ എന്താ അവരുമായിട്ട് ബന്ധം, RSSുമായിട്ട് എന്താ ബന്ധം. CPMന് മുഖ്യമന്ത്രി തല താഴ്ത്തിയിരുന്നല്ലോ നിയമസഭയ്ക്കകത്ത്. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ല. നമുക്ക് തെളിവുകൾ ഹാജരാക്കാം. അങ്ങനെ ഒരു ചർച്ച നടന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ. എന്ത് കാര്യമാണ്? അതിർത്തി തർക്കം വല്ലതുണ്ട് RSSകാരായിട്ട്? മുഖ്യമന്ത്രി RSSകാരായിട്ട് ചർച്ച നടത്താൻ, രഹസ്യമായി ചർച്ച നടത്താൻ? സമാധാന ചർച്ചയൊന്നും അല്ലല്ലോ നടന്നത്. രഹസ്യമായി, ആരും അറിയാതെ, മാധ്യമങ്ങൾ അറിയാതെ, ആരും അറിയാതെ, ഔദ്യോഗിക വാഹനത്തിൽ വരാതെ വേറെ വാഹനത്തിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ചർച്ച എന്താ? അതൊക്കെ ആളുകൾക്കറിയാം, ആളുകൾ ചർച്ച ചെയ്യും. ഏത് RSS അനുകൂല പ്രസ്താവന നടത്തി? അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല.